ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അത്താഴത്തിന് നീച്ചതാണ് നമ്മൾ 29 അത്തായത്. ഇവിടെ നാളെ അവസാനിക്കും. ഇന്ന് വെളിച്ചല്ലേ, മറ്റന്നാൾ പെരുന്നാളല്ലേ മക്കളെ. അപ്പം മുട്ടക്കാരോലുണ്ട്, പഴം പുഴുങ്ങിയത് ഉണ്ട്, പത്തിരി പൊറാട്ടയുണ്ട്, കടല പീസ് റോസ്റ്റ് ഉണ്ട്, പാൽ ചായ ഉണ്ട്. കണ്ടില്ല നിങ്ങൾ? ഇതാണ് അപ്പം നമ്മൾ പലിച്ചക്ക് കഴിക്കുക അത്താഴത്തിനുള്ള ഐറ്റംസുകളാണ് ഇപ്പം കാണിച്ചത്. ഒരു തട്ടിക്കൂട്ട് കടല റോസ്റ്റുണ്ട്, പിന്നെ നമുക്ക് പൊറാട്ട പത്തിരിയൊക്കെ ഉണ്ട്. ഏത് വേണമെങ്കിലും കഴിക്കുക. അത് വല്യമ്മക്ക് പഴം പുഴുങ്ങിയതാണ്. നമ്മൾ പത്തിരി എടുത്തിട്ടുണ്ട്. വല്യമ്മ ഇപ്പം തന്നെ വേണ്ടാന്നും പറഞ്ഞിട്ട് അവിടെ കിടക്കുന്നുണ്ട്. വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. 4 മണി ആവണോടത്തൊക്കെ ഈ കടല റോസ്റ്റൊക്കെ ഇപ്പം ഉണ്ടാക്കിയതാണ് നീച്ചിട്ട്. പഴം പുഴുങ്ങിയത്, മുട്ടക്കാരോലൊക്കെ. വല്യമ്മയുടെ സ്റ്റഡി കൈയൊക്കെ കഴിയോ? സ്റ്റഡി ലീവിൽ വന്നിരിക്കുന്നുണ്ട് ഇപ്പോൾ. വല്യമ്മക്ക് എന്താ നിങ്ങൾക്ക് വേണ്ടത്? കൗത്ത കാണും. മുട്ടക്കാര നമ്മളെ കുഴിയപ്പത്തിന് പാടിയതാണ്. അത് ചുങ്ങിക്കൂണേ മുട്ടക്കാരോലം. അതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ചെറിയ ഉള്ളി, അതുപോലെ പിന്നെ എന്താ പറയുക, വെളുത്തുള്ളി. നല്ല ഗ്യാസ് പ്രോബ്ലം ഉണ്ട്, അതാണ് ശരി. അപ്പം നമ്മൾ വല്യമ്മക്കുള്ളത് ഇതിൻ്റെ ഇവിടെ വയ്ക്കുകയാണ്. വല്യമ്മയുടെ മുണ്ടൊക്കെ ശരിയാക്കി വെക്കുന്നുണ്ട്. വല്യമ്മക്ക് കാരോലം പഴം നമുക്ക് വെച്ചെടുക്കുക. എന്നാ പത്തിരി വേണമെങ്കിൽ പത്തിരി കഴിച്ചോളി, എന്ത് വേണമെങ്കിലും കഴിക്കുക. അവിടെ ഉണ്ട്. ഇപ്പോൾ കടലക്കറി കേടന്നു. അപ്പോൾ പത്തിരി പൊറാട്ട ചൂടാക്കിയിട്ടുണ്ട്. വല്യമ്മ സുന്ദരി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കഴിക്കുക. അപ്പോൾ മക്കളെ, നോമ്പ് വിട പറഞ്ഞു. എല്ലാവരും സന്തോഷത്തിൽ നോമ്പൊക്കെ നോറ്റി വിട്ടു. മറ്റന്നാൾ പെരുന്നാളാണ്. ഇന്നിപ്പോൾ അവർക്ക് ഗൾഫിൽ പെരുന്നാളായിരിക്കും, അങ്ങനെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. നിങ്ങൾ പറയാം എന്താണ് മുടുക? അതെന്താ കണ്ടൂടെ വെക്കുക? എന്താണുള്ളത്? റോസ്റ്റ് ഉള്ളി തക്കാളി പറ്റിയത്. കുട്ടികളെ മാതിരി അതെന്താന്നൊക്കെ ചോദിക്കുക. വല്യമ്മക്ക് ചില നേരത്ത് അതില്ല. അപ്പം നമ്മൾ വല്യമ്മ തിന്നണം. പൊറാട്ട ഒന്നും മുട്ടക്കാരോലം. ആദ്യമൊക്കെ പിന്നെ മുട്ടക്കാരോലൊക്കെ, പിന്നെ ലാസ്റ്റ് തന്നെ പത്തിരി ഒക്കെ കുറച്ച് ഒരു പേക്ക് പത്തിരി മേടിച്ചു, 2 പൊറാട്ട മേടിച്ചു. ഒരു പൊറാട്ട തിന്നു, ഒരു പൊറാട്ട ആയിരിക്കുള്ളൂ. വല്യമ്മ തിന്നിട്ടില്ല. വല്യമ്മക്ക് അങ്ങനെ തിന്നാനൊന്നും വേണ്ട മക്കളെ. അതെല്ലാവരും അത്താഴത്തിന് നീച്ച് ഭക്ഷണമൊക്കെ കഴിച്ച മക്കളെ. അച്ചാറുള്ള മാങ്ങയുടെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അതുവരെ ഞങ്ങൾ ആലോചിച്ചില്ല. അപ്പം എന്നാ ആലോചിച്ചത് കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക മക്കളെ, ഞങ്ങൾ കാണില്ല. അപ്പം അത്താഴച്ചോറൊക്കെ കഴിഞ്ഞ് ഇപ്പം മൈലാഞ്ചി പരിപാടിയാണ്. ഇന്നിപ്പോൾ മൈലാഞ്ചിട്ടാണ്. നാളെ പെരുന്നാളാകുമ്പോൾ എല്ലാ തിരക്കും കൂടെ മൈലാഞ്ചി ഇടാൻ പറ്റില്ല മക്കളെ. അപ്പം മൈലാഞ്ചി ഇടാൻ കേട്ടോ. അപ്പം നമുക്ക് കൈയോടനെ വരയ്ക്കുക. നമ്മളെ ഷാനുമോന് ഒരു സ്പ്രേ തന്നിരുന്നു, അതിമത്തെ പൂക്കളാണ് വരയ്ക്കാൻ പോകുന്നത്. നല്ല രസമുള്ള ഡിസൈനാണ് ഈ സ്പ്രേ.
എൻ്റെ ഷാനു എൻ്റെ കുഞ്ഞാങ്ങളെ തന്ന സ്പ്രേമത്തെ ചിത്രം ഞാൻ വരയ്ക്കാൻ പോണത്. ഈ ചിത്രം ഞാൻ വരയ്ക്കാൻ പോകണം കേട്ടോ. ഇത് ഷാനു തന്ന സ്പ്രേനാണ്. അതിൻ്റെ ആ ചിത്രങ്ങൾ അടിപൊളി ചിത്രമല്ലേ. ഇതാ ഞാൻ വരയ്ക്കാൻ പോണത്. ഇതാ നോക്കി വരക്കാം നമുക്ക്. കാണുന്നുണ്ടെങ്കിൽ കുറേയൊക്കെ അതുപോലെ ആയിരിക്കും, കുറേയൊക്കെ അതുപോലെ ആവണമല്ലോ. പത്താച്ചോറ് കഴിഞ്ഞിട്ട് ഇപ്പം ഇനി കിടക്കണില്ല. വാങ്ങി കൊടുക്കാൻ ഇനി സമയം ഒരുപാടുണ്ട്. നേരത്തെ തന്നെ ചെയ്തു. ഇനിയിപ്പം നാളെ സമയം ഉണ്ടാവില്ല എനിക്ക്. ഞാൻ വീഡിയോ എടുക്കലും പിന്നെ എല്ലാം കൂടെ. ഒച്ച മക്കളെ, എന്താ ചൂടെന്നറിയോ. ഈ ചൂടൊന്ന് മാറിക്കിട്ടാനാ മനസ്സിനടങ്ങാറായിരിക്കുക. ഏകദേശം അതേപോലൊക്കെ ആവും. വേറെ ഡേയ്സ് കുറച്ച് വലിപ്പം കൂട്ടിയിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പം നമ്മൾ പെരുന്നാളായി മക്കളെ. അതുപോലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാത്ത മക്കളായിരുന്നു. ഇപ്പം അതുപോലെ വരച്ചാൽ ചിലപ്പം പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളതിനെ കമൻ്റ് ആയിട്ട് ഇതാക്കും, തോൽപ്പിക്കുന്നുണ്ട്. ഏകദേശം ഒപ്പിച്ച് വെക്കുകയാണ്.
ഇനിയിപ്പോൾ മോഡൽ വേറെ ആക്കുക. ഈ ലാസ്റ്റ് ലുക്ക് നമുക്ക് പിന്നെ കാണിച്ചത് മെയിലാഞ്ചിട്ട് മക്കളെ വേറെ മോഡലായി മാറി. ഇങ്ങനെ ചോത്താലേ രസമുള്ളൂ. വേണ്ടുമ്പോൾ നമുക്ക് ഡിസൈൻ കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ മൈലാഞ്ചി ഇടുന്ന അപ്പോൾ ഞാനും വരച്ച് വേറൊരു മോഡലായി മാറി. ആ മോഡലിന് ഈ മോഡലാ കിട്ടിയില്ല, അത് വയ്ക്കണില്ല. ആദ്യം പെൻസിലുകൊണ്ട് വരഞ്ഞിട്ട് പെണ്ണോണ്ടൊക്കെ വരഞ്ഞിട്ട് അതിനെ മോളോട് വെച്ച് മൈലാഞ്ചി ഒരു അച്ചൊക്കെ ഉണ്ടായി. ഞാനത് എവിടെ വെച്ചെന്ന് എനിക്കറിയില്ല. അങ്ങനൊക്കെ ഒരു കാര്യം.